എടി മോളെ, ഇനി നിന്റെ സ്വാതിയടത്തിയുടെ ഒരു ഭരണം ഈ വീട്ടിൽ നടക്കത്തില്ല. ചെന്ന് പറഞ്ഞേര് നിന്റെ സ്വാതിയടത്തിയോട്. ഓ അത് ശരി. ഈ അധികാര കൈമാറ്റം നടന്നത് വല്യച്ഛൻ അറിഞ്ഞിട്ടുണ്ടോന്ന് ഞാനും ചോദിക്കാം. എന്തുണ്ടെങ്കിലും വല്യച്ഛന്ന് പറഞ്ഞു പൊക്കോളൂ. എടി മോളെ, ഇനി എന്തെങ്കിലും കുഴപ്പമാവോ? അവള് ചെന്നീ കാര്യം മഹേശ്വരോട് പറഞ്ഞു കൊടുക്കൂ. പറഞ്ഞു കൊടുക്കട്ടമ്മേ. എന്നിട്ട് വല്യച്ഛനെ കൂട്ടി ചോദിക്കാൻ അവളിങ്ങ് വരട്ടെ. മറുപടി ഞാൻ പറഞ്ഞോളാം. വല്യച്ഛൻ ഇവിടെ വന്ന് പത്രം വായിച്ചിരുന്നു. ഈ വീട്ടിൽ നടക്കുന്ന വല്ല കാര്യവും വല്യച്ഛൻ അറിയുന്നുണ്ടോ? ചില കാര്യങ്ങളൊക്കെ അറിയാതെ പോയതിന്റെ ദുരന്തമാണല്ലോ ഇന്നലെ ഈ വീട്ടിൽ സംഭവിച്ചത്. ഇന്നലെ സ്വന്തം മുറിയിൽ ഉറങ്ങാൻ നിനക്ക് നിന്റെ ഭർത്താവിനോട് യുദ്ധം ചെയ്യേണ്ടി വന്നില്ലേ? അതൊക്കെ ഞാനങ്ങ് സഹിച്ചു. പക്ഷേ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം അതൊന്നും അല്ല. എന്നും നിങ്ങൾ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. അയ്യോ വല്യച്ഛ, ഇത് അങ്ങനെയൊന്നും അല്ല. അവര് അടുക്കള കൈയടക്കി. ആര്? ഗൗരി ചേച്ചി അമ്മായി. അതിനെന്താ, കുറച്ചുനാള് അടുക്കള ജോലി അവരും ചെയ്യട്ടെ. ഇതേ ജോലി ചെയ്യാനുള്ള താല്പര്യമൊന്നും അല്ല, ഞങ്ങളെ തോൽപ്പിക്കാനുള്ള പുതിയ വഴിയാ. ഓഹോ, അത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ പോകുന്നില്ല. സ്വാതിയേട്ടത്തേക്ക് ചായ എടുത്തു കൊടുക്കാൻ പോലും അവര് സമ്മതിച്ചില്ല. യുദ്ധത്തിൽ ജയിക്കുന്നവര് എപ്പോഴും അങ്ങനെയാ. തോക്കുന്നതിന്റെ തലയില് വീണ്ടും വീണ്ടും ചവിട്ടി താഴ്ത്തിക്കൊണ്ടേയിരിക്കും. തോൽക്കാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയണമായിരുന്നു. ഇനി അനുഭവിക്കുക, അല്ലാതെ ഇപ്പൊ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ ഇനി ഒന്നും ചെയ്യാതിരിക്കുന്നതാ നല്ലത്. അച്ഛൻ എന്ത് ചെയ്യണമെന്ന് നീയാണോ തീരുമാനിക്കുന്നത്? അല്ല, പക്ഷേ അത് തീരുമാനിക്കാനുള്ള അധികാരം അച്ഛൻ നിന്നെ ഏൽപ്പിച്ചിട്ടില്ലല്ലോ. ഉണ്ടോ അച്ഛാ? വേദേ, കളിച്ച് കളിച്ച് നീ ഇപ്പോ സ്വാതിയേട്ടത്തിന്റെ ജീവിതം വെച്ച പന്താടുന്നത്. ഇന്നലെ അവര് രണ്ടും രണ്ട് മുറിയിലാ കിടന്നുറങ്ങി. അറിയോ നിനക്ക്? അതിന് ഉത്തരവാദി നീ മാത്രം ആണോ? എന്നാലേ അവരിനി എന്നും അങ്ങനെ തന്നെ കിടന്നുറങ്ങുന്നതാ നല്ലത്. അവളൊരു കള്ളിയാ, പെരും കള്ളി. ഗർഭിണിയാണെന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത് മാത്രമല്ല അച്ഛാ അവള് നിങ്ങളോട് ചെയ്ത കുറ്റം. അതിനേക്കാളും വലിയൊരു രഹസ്യം അവള് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. എന്ത് രഹസ്യം? ഞാനത് പറഞ്ഞ അത് സഹിക്കാനുള്ള ശേഷി ഇപ്പൊ അച്ഛനുണ്ടാവില്ല. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്? നീ പറ. ഞങ്ങളറിയാത്ത എന്ത് രഹസ്യ അവള് മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നേ? പറവേദേ, എന്താ ആ രഹസ്യം? ആ രഹസ്യം അവൾക്ക് മാത്രമല്ല, നീലിനും അറിയാമായിരുന്നു. എന്നിട്ടും നീൽ അവള് പറഞ്ഞത് വിശ്വസിച്ചു. ദൈവം അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ചു. അതുകൊണ്ടാ നീലിന് അവളോട് ക്ഷമിക്കാൻ പറ്റാത്തത്. ഇനി നീല് സ്വാതിയെ ഡിവോഴ്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കൊള്ളാം. ഇവളുടെ മനസ്സിലിരിപ്പ് കണ്ടില്ലേ വലിച്ച? ഇതിനു വേണ്ടിയാ ഇവൾ ഈ പറഞ്ഞു കൂട്ടിയത് മുഴുവനും. ഡിവോഴ്സ് ചെയ്യണം പോലും. അല്ലാതെ പിന്നെ എന്ത് ചെയ്യണം? ഒരിക്കലും പ്രസവിക്കാൻ കഴിയാത്ത സ്വാതിയെ നീല് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ചുമക്കണോ? വേദേ, നീ എന്തായി പറയുന്നേ? അത് പച്ചക്കള്ളോ വല്യച്ച? ഇവള് പറയുന്ന ഒന്നും വിശ്വസിക്കരുത്. ഇവള് കള്ളം പറയാ. ഒരിക്കലും അല്ലച്ചാ. സ്വാതിക്ക് ഈ ജന്മം ഒരു കുഞ്ഞിനെ പ്രസവിക്കാൻ കഴിയില്ലെന്ന് അവൾക്ക് മാത്രമല്ല, നീലിനും അറിയാം. എന്നിട്ടും ദൈവത്തിന്റെ പേര് പറഞ്ഞ് അവള് നീലിന് വിശ്വസിപ്പിച്ചു. ഇത് നിനക്കെങ്ങനെ അറിയാം? പറയടി. നീലിനോട് ഈ സത്യം പറഞ്ഞ അതേ ഡോക്ടർ തന്നെയാ എന്നോടും ഈ രഹസ്യം പറഞ്ഞത്. എന്റെ സ്വാതിക്ക് ഇനിയൊരു അമ്മയാവാൻ കഴിയില്ലേ? നീൽ, സ്വാതിക്ക് ഇനിയൊരു പ്രഗ്നൻസി ഉണ്ടാവൂന്ന് എനിക്കിപ്പോ ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ഇപ്പൊ വിശ്വാസം വന്നില്ലേ? ഇനിയും സംശയം ഉണ്ടെങ്കിലേ ആ ഡോക്ടറെ ഞാൻ അച്ഛന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്താം. എന്നിട്ട് സ്വാതിയുടെ നീലിന്റെ മുമ്പിൽ വെച്ച് പറയിപ്പിക്കാം സത്യം. കളവാണ് ഞാൻ പറയുന്നതെങ്കിൽ അവര് നിഷേധിക്കട്ടെ. അച്ഛാ, ഇത്രയും നാള് നീല് സ്വാതിയെ സഹിക്കുകയായിരുന്നു. ഇനി അച്ഛൻ പറയ, ഈ കുടുംബത്തിന് ഒരു അനന്തരാവകാശിയെ പ്രസവിച്ചു തരാൻ ശേഷിയില്ലാത്ത സ്വാതിയെ
നീല ഡിവോഴ്സ് ചെയ്യുന്നതല്ലേ നല്ലത്? വലിച്ച ഇവള് പറയുന്ന മുഴുവൻ കള്ളോ. ഇത് വിശ്വസിക്കരുത്. വിശ്വസിക്കും. അല്ല എന്ന് പറയാൻ നിന്റെ തെളിവ് വല്ലതും ഉണ്ടോ? ഉണ്ടോന്ന്? നന്ദിനി, വേദ പറഞ്ഞാണ് ശരിയെങ്കിൽ ഇനി അവർ ഒരുമിച്ച് ജീവിക്കുന്നതിൽ ഒരു അർത്ഥമില്ല. വല്യച്ഛനെ പോലെ വിവേകവും പക്വതയുള്ള ഒരാള് ഒരിക്കലും ഇങ്ങനെ പറയരുത്. ഒരു നിമിഷം കൊണ്ട് സ്വാതിയേട്ടത്തി ഈ വീടിനും ഇവിടെ ഉള്ളവർക്കും വേണ്ടി ചെയ്തതൊന്നും മറക്കരുത് വല്യച്ഛ. ഓ, ദൈവം പോലും ഇത് ക്ഷമിക്കില്ല. ഇനി അഥവാ ഇവള് പറഞ്ഞത് ശരിയാണെങ്കിൽ തന്നെ ഇക്കാലത്ത് അതിന് എന്തെല്ലാം ചികിത്സകളുണ്ട്. ഇനി സ്വാതിയേട്ടത്തിക്കല്ല ഏട്ടനായിരുന്നു ഇങ്ങനെ ഒരു കുഴപ്പമെങ്കിൽ വല്യച്ഛനത് പറയുമായിരുന്നോ? പറ വല്യച്ഛ. ഏട്ടനെ ഡിവോഴ്സ് ചെയ്യുന്നതാ നല്ലതെന്ന് വല്യച്ഛൻ സ്വാതിയേട്ടത്തോട് പറയുമായിരുന്നോ? എന്താ മിണ്ടാത്തത്? സ്വന്തം മകന്റെ കാര്യം പറഞ്ഞപ്പോ സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? വല്യച്ഛ, കുട്ടികൾ ജനിക്കുന്നത് ഈശ്വരന്റെ വിധിയാ. അതിന് അനുഭവ യോഗം വേണം. സ്വന്തം മകന്റെ ജാതകത്തിൽ ഒരു കുഞ്ഞിനുള്ള അനുഭവ യോഗം ഉണ്ടോന്ന് ഒരു ജോത്സ്യനെ കൊണ്ട് ആദ്യം നോക്കിക്കണം. എന്നിട്ട് മതി ഇവള് പറയുന്നത് വിശ്വസിച്ച് സ്വാതി എടുത്ത് ഡിവോഴ്സ് ചെയ്യാൻ പറയാം. ദയവേത് ആ പാവത്തിനോട് ദൈവത്തിന് നിരക്കാത്ത കാര്യം പറയല്ലേ വല്യച്ഛ. ആ കണ്ണീരി മുറ്റത്ത് വീണ സർവ്വതും കരിഞ്ഞു പോവും. ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ. മതി, നീ പറഞ്ഞു, ഞാൻ കേട്ടു. ഇനി എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോളാം. തീരുമാനിച്ചോ? പക്ഷേ സ്വാതി ഈ ജന്മം ഒരു കുഞ്ഞിനെ പ്രസവിക്കില്ല. ഇനി ഒരു ദിവസം പോലും താമസിക്കാൻ പാടില്ല. ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ പോയിക്കോളാം. വേണ്ട ഏട്ടാ പ്ലീസ്. ഏട്ടാ ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഏട്ടാ പോവല്ലേ പ്ലീസ്. ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്കേട്ടാ പ്ലീസ്. ഏട്ടാ ഞാൻ വേണമെങ്കിൽ ഏട്ടന്റെ കാല് പിടിക്കേട്ടാ പ്ലീസ്. ഏട്ടാ പ്ലീസ്. ഏട്ടാ 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 ഞാൻ പറയുന്നേ കേട്ടാ. ഏട്ടാ പ്ലീസ്. ഏട്ടാ നീ തനിയായിരുന്നു ഇവിടുന്ന് എന്താന്ന് വെച്ചാ പറഞ്ഞു. ഗുഡ് ബൈ. ഏട്ടാ ചായ കുടിക്ക. നിന്നോട് ആരെങ്കിലും ചായ ആവശ്യപ്പെട്ടോ? എന്നോടുള്ള വിരോധം ഈ ചായയോട് കാണിക്കുന്നത് എന്തിനാ ഏട്ടാ? എന്നും രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ ചായ കുടിക്കുന്ന ആളല്ലേ. എന്നോട് പിണങ്ങിയെന്ന് കരുതി ചായ കുടിക്കാതിരിക്കേണ്ട കാര്യമുണ്ടോ? രാവിലെ ഒരു ചായ കുടിക്കുന്നത് അതെന്തിനാണെന്ന് അറിയോ നിനക്ക്? ഒരു ഉന്മേഷവും സന്തോഷമൊക്കെ കിട്ടാനാ. പക്ഷേ ആ ചായ നമുക്ക് തരുന്നത് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ളവരായിരിക്കണം, അല്ലാതെ ശത്രുക്കളാവരുത്. എന്നാലേ ആ ചായ വാങ്ങി സന്തോഷത്തോടെ കുടിച്ച് ഒരു ദിവസം തുടങ്ങാൻ പറ്റൂ. ഇത്രയും പെട്ടെന്ന് ഞാൻ ഏട്ടന്റെ ശത്രുവായോ? ഇതിനു മാത്രം എന്നെ വെറുക്കാൻ ഏട്ടന് കഴിയോ? കഴിയും. നീ ഇപ്പോ എന്റെ ശത്രുപക്ഷത്ത് തന്നെയാ. നീ എന്താ കരുതിയത്? ഒരു ദിവസം കൊണ്ട് എന്റെ ജീവിതം മുഴുവൻ തകർത്തിട്ട്
പിറ്റേ ദിവസം രാവിലെ ചായയും കൊണ്ട് വന്ന എല്ലാം മറന്ന് ഞാനത് വാങ്ങി അങ്ങ് കുടിക്കുമെന്നോ? ഇനി മേലിൽ ഇതുപോലെ രാവിലെ കണി കാണാൻ എന്റെ മുന്നിൽ ചായയും കൊണ്ട് വരരുത്, മനസ്സിലായോ? കൊണ്ടുപോയിക്കോ. ഏട്ടാ, എന്നെ ഇങ്ങനെ അവഗണിക്കരുത്. എനിക്കിത് സഹിക്കാൻ കഴിയില്ല. കഴിയില്ലെന്ന്? ചെയ്ത തെറ്റിനുള്ള ശിക്ഷ എനിക്ക് തന്നോളൂ, പക്ഷെ ഇതെനിക്ക് സഹിക്കാൻ പറ്റില്ല. സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിനക്ക് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോവാം. ഇറങ്ങിപ്പോവാനോ? അങ്ങനെ എവിടേക്കും ഈ സ്വാതി ഇറങ്ങി പോവില്ല. ഈ വീടും ഏട്ടനെയും വിട്ട് സ്വാതി എങ്ങോട്ടും പോവില്ല. നീ പോവുകയോ പോവാതിരിക്കുകയോ ചെയ്യുന്നൊക്കെ നിന്റെ ഇഷ്ടം. പക്ഷേ ദിവസവും രാവിലെ ഇതുപോലെ ചായയായിട്ട് എന്റെ മുന്നിൽ എഴുന്നള്ളി വന്നേക്കരുത്. എനിക്കത് ഇഷ്ടമല്ല. നിന്നെ കണി കണ്ടാൽ തന്നെ ആ ദിവസം ഗുണം പിടിക്കില്ല. കൊള്ളായിട്ടാ, എന്നും രാവിലെ എന്റെ കൈകൊണ്ട് ഒരു കപ്പ് ചായ വാങ്ങി കുടിക്കാതെ മുറിക്ക് പുറത്തിറങ്ങാത്ത ഏട്ടൻ തന്നെയാണോ ഈ പറയുന്നത്? അതെ. ദിവസവും നിന്റെ മുഖം കണി കണ്ടു ഉണർന്നാൽ എനിക്കന്ന് ഭാഗ്യം മാത്രമേ ഉണ്ടാവൂന്ന് 1000 വട്ടം എന്നോട് പറഞ്ഞിട്ടുള്ള എന്റെ ഏട്ടൻ തന്നെയാണോ ഈ പറയുന്നത്? അതേടി, അതൊക്കെ ഇന്നലെ വരെയുള്ള കഥ. അത് കഴിഞ്ഞു. ഇപ്പോ നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ. നിന്നെ പോലെ മനസ്സിൽ ഒന്ന് വെച്ച് പുറത്ത് മറ്റൊന്ന് കാണിക്കാൻ എനിക്ക് ജീവിതത്തിൽ പറ്റില്ല. അഭിനയം എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമേ പറ്റൂ. ജീവിതത്തിൽ എനിക്ക് അഭിനയിക്കാൻ കഴിയില്ല. എനിക്ക് ചായ വേണമെങ്കിൽ ഞാൻ തന്നെ അതുപോയി എടുത്തോളാം. നീൽ, ഈ ചായ കുടിക്കൂ. എന്നും രാവിലെ ചായ കുടിക്കുന്ന ശീലം നീലിനുള്ളത് ഞാൻ മറന്നിട്ടില്ല. ഞാൻ നീലിന്റെ ശത്രുവായിരിക്കാം, പക്ഷെ ഈ ചായയോട് ആ ശത്രുത വേണ്ട. നീലിനൊരു ചായ കൊണ്ടുവന്ന് തരാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഇപ്പോഴും എനിക്ക് ഉണ്ടെന്ന് തന്നെയാ എന്റെ വിശ്വാസം. മതിയടി നിന്റെ അഭിനയം. എന്റെ ഭർത്താവിന് കുടിക്കാനുള്ള ചായയാണിത്. നിന്നെ ആരാ ചായയും കൊണ്ട് ഇങ്ങോട്ട് ക്ഷണിച്ചത്? ആരും ക്ഷണിച്ചതല്ല. ഇന്ന് നീ കൊണ്ടുവരുന്ന ചായ നീല് കുടിക്കില്ല എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. നീലിന്റെ വാശിയും ദേഷ്യവും നിന്നെക്കാളും അറിയുന്നവളാണ് ഞാൻ. ഏട്ടാ, നമുക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാ ഇവളീ ചായയുമായിട്ട് വന്നത്. ഏട്ടൻ ഈ ചായ കുടിച്ചേ. ഈ ചായ കുടിക്കാൻ നീലിനെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷെ നിറഞ്ഞ ആത്മാർത്ഥതയോടെയാ ഞാൻ ഈ ചായ കൊണ്ടുവന്നത്. ദാ കുടിക്ക്. ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാം, ഇല്ലെങ്കിൽ നിഷേധിക്കാം. രണ്ടായാലും എനിക്ക് പരാതിയില്ല. ഇപ്പൊ എന്തു പറയുന്നു സ്വാതി? നിന്നെ നീല് പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചു കഴിഞ്ഞു. ഇനി നീ ഇങ്ങനെ ചായയും കാപ്പിയും കൊണ്ട് നീലിന്റെ പിന്നാലെ നടന്നിട്ട് ഒരു കാര്യമില്ല. നീലിന്റെ സ്വഭാവം നിനക്ക് ശരിക്കും അറിയില്ല. സ്നേഹിച്ച ഒരു പൂച്ചക്കുട്ടിയെ പോലെയാ, പക്ഷെ പിണങ്ങിയാലോ തിരിഞ്ഞു പോലും നോക്കില്ല. ദേ, എനിക്കത് നല്ലതുപോലെ അറിയാം. സ്വാതി, ഇനിയെങ്കിലും ഈ പകരക്കാരിയുടെ വേഷം അഴിച്ചു വെച്ച് തിരിച്ചു പൊയ്ക്കൂടെ നിനക്ക്? ആ, നീലിന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഇനി ഇവിടെ ഞാനുണ്ട്.
അവള് കൊടുത്ത ചായ ഏട്ടൻ കുടിക്കില്ല. എന്റെ മുന്നിൽ വെച്ച് എന്നെ തോൽപ്പിക്കാൻ വേണ്ടി അവളുടെ കയ്യിൽ നിന്നും ചായ വാങ്ങിയെന്നേ ഉള്ളൂ. അതേട്ടൻ കുടിക്കില്ല, കുടിക്കാൻ പാടില്ല. സ്വാതിയുടെ മുന്നിൽ വെച്ച് വേദയുടെ കയ്യിൽ നിന്ന് ചായ വാങ്ങിയത് സ്വാതിക്ക് ഇഷ്ടപ്പെട്ട് കാണില്ല. അല്ലെങ്കിൽ തന്നെ ഇതിലിപ്പോ എന്താ തെറ്റ്? ഒരു തെറ്റുമില്ല. ഇനി എന്റെ ജീവിതത്തിൽ സ്വാതി വേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഇത് കുടിക്കണം. കുടിച്ച വേദയെ ഞാൻ അംഗീകരിച്ചു എന്ന് അവൾക്ക് തോന്നും. ഒരിത്തിരി ഇടം കൊടുത്തു പോയാൽ വേദയുടെ അഹങ്കാരം അതിനനുസരിച്ച് കൂടും. അത് അനുവദിച്ചു കൊടുത്തുകൂടാ. ഏയ്, ഒരു കുഴപ്പമില്ല. ഒരു ചായ കുടിച്ചതുകൊണ്ട് വേദയെ അംഗീകരിക്കുന്നു എന്നർത്ഥമില്ലല്ലോ. ആ, എന്തായാലും കുടിച്ചേക്കാം. ആ, ഹലോ ബോബിച്ചായ, എന്തായി? നമ്മുടെ പടത്തിന്റെ സെൻസറിങ് കഴിഞ്ഞോ? ആ, കഴിഞ്ഞു. നല്ല ക്ലീൻ യു സർട്ടിഫിക്കറ്റ് തന്നെ കിട്ടി. എന്നാ ശരി ബോബിച്ചായ, നമുക്ക് വൈകിട്ട് കാണാം. രവിശങ്കറിനെ ബോബിച്ചായൻ തന്നെ കൂട്ടിക്കൊണ്ട് വരണം, അതോ ഞാനും വരണോ? ശരി ബോബിച്ചായ, ഓക്കെ ബൈ. ഏട്ടാ, ചായ നിന്നോട് കൊണ്ടുപോകാനല്ലേ പറഞ്ഞത്? അവളുടെ ഒരു ചായ കുടിക്കേട്ടാ. വേണ്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ദേ, എനിക്ക് കുടിക്കാൻ ഈ ചായ ഉണ്ട്. പൊയ്ക്കോ. ഇതാ പറയുന്നത്, അവനവന്റെ സ്ഥാനം എന്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് അവനവൻ തന്നെ തിരിച്ചറിയണമെന്ന്. ഷോ, ചായ ആറി തണുത്തുപോയല്ലോ സ്വാതി. ഇനിയെങ്കിലും നീലിന്റെ കാര്യത്തില് നീ ഇടപെടരുതെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? അതാ എനിക്ക് നിന്നോട് പറയാനുള്ളത്. ഞാൻ കൊണ്ടുപോയി കൊടുത്ത ചായ ഇപ്പൊ മുകളിൽ ഏട്ടൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. നീ എന്താ പറഞ്ഞേ? ഇതാണ് നീ ഏട്ടന് കൊടുത്ത ചായ. എന്നാ പിടിക്ക്. എടി, ഏട്ടന്റെ ജീവിതത്തിൽ നിന്ന്
എന്നെ വെട്ടിമാറ്റാനുള്ള നിന്റെ ഒരു ശ്രമവും വിജയിക്കില്ല. ഈ ചായ നീ തന്നെ കുടിച്ചാ മതി. ഇനിയെങ്കിലും ഒരു കാര്യം നീ ഓർത്തോ, സ്വന്തം ഭർത്താവിന്റെ കാര്യത്തിൽ ഭാര്യമാരോട് മത്സരിക്കരുത്. തോറ്റു പോ നീ.